ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് 2014 ഏപ്രിൽ 30 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു പടുകൂറ്റൻ വിമാനത്താവളം. ഇവിടെ ഞാൻ ആദ്യമായി വന്നിറങ്ങുകയാണ്. പഴയ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 5 കിലോമീറ്റർ കിഴക്കുമാറിയാണ് ഹമദ് വിമാനത്താവളം. നിർമ്മാണം പൂർണ്ണതോതിൽ പൂർത്തിയായാൽ ഗൾഫ് മേഖലയിൽ ദുബായ് എയർപോർട്ട് കഴിഞ്ഞാൽ തൊട്ടു പിന്നിലായിരിക്കും ഇതിന്റെ സ്ഥാനം. 2022 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകാനിരിക്കുന്ന ഖത്തർ തങ്ങളുടെ അഭിമാന ചിഹ്നമെന്ന നിലയിലാണ് ഈ വിമാനത്താവളം പണിതുയർത്തിയിരിക്കുന്നത്. CDE ടെർമിനലുകളിലേക്ക് പോകേണ്ട വഴിയാണിത്. C ടെർമിനലിലെ 1-ാം ഗേറ്റിലാണ് എനിക്കുള്ള വിമാനം എത്തുക. 9,000 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുകയാണ് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്. ദോഹ സിറ്റിയുടെ ആകെ വിസ്തീർണത്തിന്റെ 2/3 ഭാഗത്തിന്റെ അത്ര വിപുലമാണ് ഈ വിമാനത്താവളം. US ആസ്ഥാനമായുള്ള ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് സ്ഥാപനമായ HOK ആണ് ഹമദ് എയർപോർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടർക്കിഷ് കമ്പനിയായ TAV കൺസ്ട്രക്ഷനും ജപ്പാനിലെ ടായ്സെയ് കോർപ്പറേഷനുമാണ് നിർമ്മാണ ചുമതല. പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ വർഷം തോറും 9 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള വൈപുല്യം ഇതിനുണ്ടാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പൂർത്തിയാകുമ്പോൾ 36 സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും ഈ എയർപോർട്ടിന്റെ ആകെ വിസ്തീർണം. 2015 ഇത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. പുത്തൻ വിമാനത്താവളത്തിന്റെ തിളക്കത്തിലൂടെ നടന്ന് ഞാൻ C1 ഗേറ്റിൽ എത്തിയിരിക്കുന്നു. ഇവിടെ കുറച്ചു യാത്രികരൊക്കെ കാത്തിരിപ്പുണ്ട്. ഇവിടെ നിന്നുമാണ് ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലേക്കുള്ള വിമാനം 12:35 പുറപ്പെടുക. ഞാനും കാത്തിരിപ്പ് തുടങ്ങി. എന്റെ ഈ യാത്ര ജോർദാനിലേക്കാണ്. ജോർദാനിലേക്ക് പോകുന്ന കുറേയേറെ ആളുകൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. അതിനിടയിലൂടെ ഖത്തർ എയർവേസ് ഉദ്യോഗസ്ഥർ യാത്രികരുമായി കുശലം പറഞ്ഞ് നടക്കുന്നു. വിമാനം പുറപ്പെടാറായെന്ന അറിയിപ്പെത്തി. കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ഖത്തറിലെ ദോഹ, അവിടെ നിന്നും ജോർദാന്റെ തലസ്ഥാനമായ അമ്മാൻ. ഇതാണ് എൻ്റെ യാത്രാപഥം. ഇപ്പോൾ അമ്മാനിലെ ക്യൂൻ ഏലിയ എയർപോർട്ടിലാണ്. ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഖദർ എന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. അമ്മാനിലെ ഒരു ടൂർ കമ്പനിയുടെ പ്രതിനിധിയാണ്. ക്യൂൻ ഏലിയ എയർപോർട്ടിന്റെ 2013 മാർച്ചിൽ തുറന്ന ടെർമിനലാണ് ഇത്. 8 വർഷം മുൻപ് ഞാൻ ഈ വിമാനത്താവളത്തിൽ വന്നിരുന്നു. അന്ന് പറയത്തക്ക വൃത്തിയോ സൗന്ദര്യമോ ഇതിനുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയ ടെർമിനലിന്റെ വരവോടെ ഏറെ സൗകര്യപ്രദമായിരിക്കുന്നു. ജോർദാൻ പോലെ ഒരു ചെറു രാജ്യത്തിന് ഈ എയർപോർട്ട് ആവശ്യത്തിലധികമാണെന്ന് എനിക്ക് തോന്നി. ഒരു കാറുമായി മറ്റൊരു ചെറുപ്പക്കാരൻ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിൽ കയറി. ഞങ്ങൾ ക്യൂൻ ഏലിയ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അമ്മാൻ സിറ്റിയിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. സിറ്റിയിൽ നിന്നും 30 കിലോമീറ്റർ തെക്കുമാറിയാണ് വിമാനത്താവളത്തിന്റെ സ്ഥാനം. ശരിക്കും ഒരു മിഡിൽ ഈസ്റ്റ് മരുഭൂമി രാജ്യം തന്നെയാണ് ജോർദാൻ. ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യം. തെക്കു മുതൽ വടക്കുവരെ ജോർദാന്റെ അതിർത്തി പങ്കിടുന്നത് ഇസ്രായേൽ തന്നെയാണ്. സിറിയയും ഇറാഖും സൗദി അറേബ്യയുമെല്ലാം ജോർദാന്റെ അതിരുകളിൽ വരുന്ന രാജ്യങ്ങളാണ്. പ്രശ്നകലുഷിത രാജ്യങ്ങളാണ് അയൽക്കാരിൽ കൂടുതലും. പക്ഷേ ജോർദാൻ പൊതുവെ സമാധാനത്തിലാണ്. അബ്ദുള്ള ഇബൻ ഹുസൈൻ എന്ന അബ്ദുള്ള രണ്ടാമനാണ് ജോർദാന്റെ ഇപ്പോഴത്തെ രാജാവ്. ഹുസൈൻ ഓഫ് ജോർദാൻ എന്നറിയപ്പെട്ടിരുന്ന ഹുസൈൻ ബിൻ തലാൽ രാജാവിന്റെ മൂത്ത പുത്രനാണ് അബ്ദുള്ള രണ്ടാമൻ. 1999 ഫെബ്രുവരിയിൽ ഹുസൈൻ രാജാവിന്റെ നിര്യാണത്തെ തുടർന്നാണ് അബ്ദുള്ള രണ്ടാമൻ സിംഹാസനമേറിയത്. ശരിക്കും ജോർദാൻ എന്നൊരു രാജ്യം നിലവിൽ വന്നത് 1921 ട്രാൻസ് ജോർദാൻ അറബ് എമിറേറ്റ്സ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് നിയന്ത്രിത സ്വയംഭരണാധികാരമുള്ള ആ രാജ്യത്തിന്റെ ആദ്യ രാജാവ് മെക്കയിൽ ജനിച്ച അബ്ദുള്ള ഒന്നാമനായിരുന്നു. പക്ഷേ ജോർദാന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെയൊന്നുമല്ല. കഴിഞ്ഞ 4000 വർഷമായി സജീവമായി നിലകൊള്ളുന്ന ഒരു ജനവാസ പ്രദേശമാണ് ജോർദാൻ. അമോറൈറ്റുകൾ, ഹിറ്റൈറ്റുകൾ, ഈജിപ്തുകാർ, ഇസ്രായേലുകാർ, ഇറാഖിൽ നിന്നും വന്ന അസീറിയന്മാർ, ബാബിലോണിയക്കാർ, ഗ്രീക്കുകാർ, റോമാക്കാർ, ബൈസന്റൈൻമാർ, നബാത്തിയന്മാർ, ക്രൈസ്തവ കുരിശുയുദ്ധക്കാർ,
അടിമവംശജരായ മാംലൂക്കുകൾ, ഒട്ടോമൻ തുർക്കികൾ, ബ്രിട്ടീഷുകാർ. കഴിഞ്ഞ 4000 വർഷങ്ങൾക്കിടെ ജോർദാനിൽ അധിനിവേശിക്കുകയും പാർപ്പുറപ്പിക്കുകയും കടന്നുപോവുകയും ചെയ്ത ജനതകൾ അങ്ങനെ പലതാണ്. ഇപ്പോൾ 99% അറബ് വംശജരുള്ള രാജ്യമാണ് ജോർദാൻ. 2014 കണക്കനുസരിച്ച് 79 ലക്ഷമാണ് ജനസംഖ്യ. ഇടത്തരം സമ്പദ് വ്യവസ്ഥയുള്ള ഒരു ചെറു രാജ്യം. ജനസംഖ്യയുടെ 30% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. കൃഷി ജോർദാന്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. അമ്മാന്റെ പരിസര പ്രദേശങ്ങളിൽ വലിയ കൃഷിയിടങ്ങൾ കാണാം. ഒലിവ്, നാരകം, ആപ്പിൾ തുടങ്ങിയവയാണ് പ്രധാന കൃഷികൾ. പിന്നെ തക്കാളി, ക്യാബേജ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികളും. പച്ചക്കറി കൃഷി നടക്കുന്ന ഗ്രീൻ ഹൗസുകൾ വഴിയരികിൽ കാണാം. അകലെ മലകൾക്ക് മീതെ കെട്ടിടനിരകൾ. അമ്മാന്റെ ചില ഭാഗങ്ങളാണത്. ഇടയ്ക്ക് വലിയ വീടുകളും അതിനു ചുറ്റിലുമുള്ള ഒലിവ് തോട്ടങ്ങളുമൊക്കെ കൺമുന്നിലെത്തുന്നു. ബൈബിളിലെ പഴയ നിയമത്തിൽ പരാമർശിക്കുന്ന പല സംഭവങ്ങളുടെയും വേദികൾ ഇന്നത്തെ ജോർദാന്റെ ഭൂപ്രദേശത്ത് വരുന്നവയാണ്. ജോർദാൻ നദി ബൈബിളിൽ പലയിടത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ ജ്ഞാനസ്നാനം ചെയ്യിച്ചത് ആ നദിയിലായിരുന്നുവല്ലോ. പഴയകാലത്തെ ഗിദിയോൻ, മോവാബ്, ഏദോം തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഇന്നത്തെ ജോർദാനിൽ ഉൾപ്പെടുന്നവയാണ്. ദാവീദിന്റെയും സോളമന്റെയും ഇസ്രായേൽ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത് ജോർദാൻ. അബ്രഹാം, ഇയോബ്, മോശ, റൂത്ത് തുടങ്ങിയ നിരവധി ബൈബിൾ കഥാപാത്രങ്ങളുടെ ജീവിതം ജോർദാൻ ദേശവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഈ മരുഭൂപ്രദേശം ബൈബിൾ കാലഘട്ടത്തിൽ തന്നെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായിരുന്നെന്ന് സാരം. BC 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അറബി ഭാഷ സംസാരിക്കുന്ന നബാത്തിയന്മാർ ജോർദാന്റെ വലിയൊരു ഭാഗം കീഴടക്കിയിരുന്നു. പിന്നീട് റോമാ സംസ്കാരത്തിനും ബൈസന്റൈൻ പടയോട്ടത്തിനുമെല്ലാം വേദിയായി ജോർദാന്റെ വരണ്ട മണ്ണ്. ഇസ്രായേൽ രാജ്യം രൂപീകൃതമായ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹത്തിന് സാക്ഷ്യം വഹിച്ച രാജ്യമാണ് ജോർദാൻ. എൻ്റെ ഡ്രൈവർ അബ്ബാസ് പാലസ്തീൻകാരനാണ്. ദശകങ്ങൾക്ക് മുൻപ് ജോർദാന്റെ മണ്ണിലേക്ക് പലായനം ചെയ്ത് എത്തിയയാൾ. 80 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ജോർദാനിൽ അതിൽ 20 ലക്ഷവും പാലസ്തീൻ അഭയാർത്ഥികളാണെന്നതാണ് കൗതുകകരമായ ഒരു കാര്യം. ഒലിവ് തോട്ടങ്ങളിൽ പണിയെടുത്തും ഡ്രൈവർമാരായും കച്ചവടക്കാരായുമെല്ലാം അവർ ഇന്നാട്ടിൽ പുലരുന്നു. ഒരു കാലത്ത് ഇപ്പോൾ ഇസ്രായേലിന്റെ അധീനതയിലുള്ള വെസ്റ്റ് ബാങ്ക് ജോർദാൻ കൈവശപ്പെടുത്തിയിരുന്നു. അന്ന് അവിടെയുണ്ടായിരുന്ന പാലസ്തീൻ അഭയാർത്ഥികൾക്കെല്ലാം ജോർദാന്റെ പൗരത്വം നൽകുകയും ചെയ്തു. വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുത്തതോടെ അവിടെയുണ്ടായിരുന്ന ജോർദാൻ പൗരത്വമുള്ള പാലസ്തീനി അഭയാർത്ഥികൾ കൂട്ടത്തോടെ ജോർദാന്റെ ഭൂഭാഗത്തേക്ക് ഒഴുകി. അവരിൽ നല്ലൊരു ശതമാനവും എത്തിച്ചേർന്നത് അമ്മാൻ നഗരത്തിലാണ്. അങ്ങനെ അമ്മാൻ ജനസാന്ദ്രത കൂടിയ നഗരമായി മാറി. ജോർദാന്റെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ജീവിത സൗകര്യങ്ങൾ ഇവിടെയുണ്ടെന്നതിനാൽ ഈ നഗരത്തിലേക്ക് ചേക്കേറുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ 80 ലക്ഷത്തോളമാണെന്നിരിക്കെ അതിൽ 29 ലക്ഷവും വസിക്കുന്നത് അമ്മാനിലാണ്. നഗരം പുതിയ ഭാഗങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. സുന്ദരമായ റോഡുകൾ, പുതിയ ടൗൺഷിപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പല മലകളുടെ മുകളിലാണ് അമ്മാൻ നഗരം. അയൽ രാജ്യങ്ങളിലേതുപോലെ പ്രശ്നകലുഷിതമല്ല ജോർദാൻ എന്നതിനാൽ അമ്മാൻ നഗരത്തിന്റെ വളർച്ച സുഗമവും ദ്രുതഗതിയിലുമാണ്. അറബ് ലോകത്തെ തന്നെ ലിബറൽ ആൻഡ് വെസ്റ്റേണൈസ്ഡ് സിറ്റി എന്ന വിശേഷണമാണ് ഇന്ന് അമ്മാനുള്ളത്. ചരിത്രത്തിന്റെ ശേഷിപ്പുകളെ നെഞ്ചേറ്റുമ്പോഴും ശരിക്കും ഒരു ആധുനിക നഗരം തന്നെയാണ് ഇന്ന് അമ്മാൻ. നല്ല പാതകളും പാലങ്ങളും പാർപ്പിട സമുച്ചയങ്ങളുമെല്ലാമായി ഒരു വൻ നഗരം. അബ്ദൂൺ എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അമ്മാൻ നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് അബ്ദൂൺ. ഇത് അബ്ദൂൺ ബ്രിഡ്ജ്. അമ്മാനിലെ 2 മലകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാത. അബ്ദൂൺ ബ്രിഡ്ജ് മാത്രമല്ല, അതിന് അനുബന്ധമായ ഒരു ടണലും ഫ്ലൈഓവറും എല്ലാം ചേർന്ന ഒരു ഗതാഗത കോംപ്ലക്സാണ് ഇതെന്ന് പറയാം. സമ്പന്നരുടെ വാസകേന്ദ്രമാണ് അബ്ദൂൺ. അതിന്റെ വികസനത്തിന് ഈ പാത വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോർദാനിലെ തന്നെ ഏറ്റവും വില കൂടിയ റിയൽ എസ്റ്റേറ്റ് ലൊക്കേഷനാണ് അബ്ദൂൺ. അമ്മാൻ നഗരത്തിന്റെ നൈറ്റ് ലൈഫിന്റെ കേന്ദ്രബിന്ദുവുമാണ് അബ്ദൂൺ പ്രദേശം. നിരവധി കഫേകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഷോപ്പിംഗ് മാളുകൾക്കും പുറമെ ഒട്ടേറെ നൈറ്റ് ക്ലബ്ബുകളും ഇവിടെയുണ്ട്.
അമ്മാൻ നഗരത്തിലെ യുവാക്കളുടെ മേൽനസ്ഥലമായി കണക്കാക്കപ്പെടുന്ന അബ്ദൂൺ മാൾ ഇവിടെയാണ്. അമ്മാൻ നഗരത്തിലെ തന്നെ ആദ്യ മാളാണ് അത്. അതിവേഗം വളരുന്ന തലസ്ഥാന നഗരമാണ് അമ്മാൻ. വേൾഡ് സിറ്റി ഇൻഡെക്സിൽ അബുദാബി, കുവൈറ്റ് സിറ്റി, മനാമ എന്നീ നഗരങ്ങൾക്കൊപ്പമാണ് അമ്മാന്റെ സ്ഥാനം. അറബ് ലോകത്തെ ഏറ്റവും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട നഗരം എന്ന വിശേഷണമുള്ളതിനാൽ അമ്മാനിലേക്ക് വലിയ തോതിൽ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. പൊതുവെ സമാധാന അന്തരീക്ഷമുള്ള നഗരമാണെന്ന പ്രത്യേകത ടൂറിസത്തിന്റെ ആക്കം കൂട്ടുന്നുമുണ്ട്. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇതിവിടുത്തെ ജോർദാൻ ഹോസ്പിറ്റലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ സെന്ററാണ് 1993 പ്രവർത്തനം ആരംഭിച്ച ജോർദാൻ ഹോസ്പിറ്റൽ. മിഡിൽ ഈസ്റ്റിലെ തന്നെ പ്രധാന റെഫറൽ സെന്ററാണെന്ന പ്രത്യേകതയും അതിനുണ്ട്. ഇതെല്ലാം അമ്മാൻ നഗരത്തിന്റെ പുതിയ ഭാഗങ്ങൾ തന്നെ. ജോർദാന്റെ സാമ്പത്തികവും ഭരണപരവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ കേന്ദ്രസ്ഥാനം എന്ന നിലയിൽ അമ്മാൻ നഗരം കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് നാടുകളിലെ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികമെത്തുന്ന നഗരമെന്ന പ്രത്യേകതയും ഇപ്പോൾ അമ്മാനുണ്ട്. നല്ല റോഡുകളും ധാരാളം ഫ്ലൈ ഓവറുകളുമെല്ലാമായാണ് നഗരത്തിന്റെ പുതിയ ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ധാരാളം ബിസിനസ് കുടുംബങ്ങൾ അമ്മാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ കാണുന്ന കെട്ടിട സമുച്ചയങ്ങളിൽ ചിലത് ലെബനോന്റെ വധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി റഫീഖ് ഹരീരിയുടെ കുടുംബത്തിൻ്റെതാണെന്ന് എന്റെ ഡ്രൈവർ അബ്ബാസ് പറയുന്നുണ്ട്. അങ്ങനെ പല അറബ് രാജ്യങ്ങളിലെയും പ്രമുഖർക്ക് അമ്മാനിൽ നിക്ഷേപങ്ങളുണ്ട്. നഗരത്തിന്റെ സമാധാന അന്തരീക്ഷം തന്നെയാണ് ഈ നിക്ഷേപകരെയെല്ലാം ഇവിടേക്ക് ആകർഷിക്കുന്നത്. അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് എണ്ണയിൽ നിന്നുള്ള വരുമാനം തെല്ലുമില്ലാത്തൊരു രാജ്യമാണ് ജോർദാൻ. ഊർജോൽപാദനത്തിനുള്ളതെല്ലാം ജോർദാൻ പുറമേ നിന്നും വാങ്ങണം. നേരെ മുന്നിൽ വലിയൊരു മോസ്ക് കാണാം, കിങ് അബ്ദുള്ള മോസ്ക്. 1989 നിർമ്മാണം പൂർത്തിയായ ആ മോസ്കിൽ ഒരേ സമയം 3000 പേർക്ക് പ്രാർത്ഥിക്കാനാവും. മോസ്കിന് തൊട്ടടുത്തു തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയും കാണാം. ജോർദാന്റെ ആകെ ജനസംഖ്യയിൽ 6% മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായി വളരെ സൗഹൃദത്തോടെ പുലരുന്ന രാജ്യമാണ് ജോർദാൻ. രാജ്യത്തിന്റെ 150 അംഗ പാർലമെന്റിൽ 9 സീറ്റുകൾ ക്രിസ്ത്യാനികൾക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. 1950-കൾ വരെയും ജോർദാന്റെ ജനസംഖ്യയിൽ 30% ക്രിസ്ത്യാനികളായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അവരിൽ വലിയൊരു വിഭാഗം വിവിധ രാജ്യങ്ങളിലേക്ക് ചേക്കേറി. അതേസമയം പാലസ്തീനിൽ നിന്നും ഇസ്രായേലിന്റെ ചില ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ജോർദാനിലേക്ക് എത്തിയതോടെ ജനസംഖ്യാനുപാതത്തിലെ മുസ്ലിം പ്രാതിനിധ്യം കൂടുകയും ചെയ്തു. പഴയകാലത്തേതുപോലെ പരസ്പര സൗഹൃദത്തിൽ ഇരുവിഭാഗവും തുടരുന്നതിനാൽ ലെബനോനിലെ പോലുള്ള മതരാഷ്ട്രീയ ദുരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നത് ആശ്വാസം. അബ്ദലി പ്രദേശം കടന്നാണ് കാർ നീങ്ങുന്നത്. അമ്മാന്റെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റാണ് അബ്ദലി. 1,20,000 ജനം വസിക്കുന്ന പ്രദേശം. 1950-കളിൽ അബ്ദുള്ള ഒന്നാമൻ രാജാവാണ് ഒരു വ്യാവസായിക ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ഈ പ്രദേശത്തെ വികസിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നുമാണ് പ്രദേശത്തിന് അബ്ദലി എന്ന സ്ഥലനാമം ലഭിച്ചതും. ജബൽ അൽ ഹുസൈൻ, ഷെമിസാനി തുടങ്ങിയ പഴയ നഗരഭാഗങ്ങളെയെല്ലാം കോർത്തിണക്കിയാണ് 15 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള അബ്ദലി ഡിസ്ട്രിക്ട് രൂപീകരിച്ചിരിക്കുന്നത്. അമ്മാന്റെ പ്രശസ്തമായ കായിക കേന്ദ്രവും ഇതിൽ ഉൾപ്പെടുന്നു. അബ്ദലിയിൽ ഉൾപ്പെട്ട ജബൽ അൽ ഹുസൈനിലൂടെയാണ് ഇപ്പോൾ കാർ നീങ്ങുന്നത്. ജോർദാന്റെയും അതിന്റെ തലസ്ഥാന നഗരമായ അമ്മാന്റെയും ഒരു ഏകദേശ രൂപം പ്രേക്ഷകർക്ക് വ്യക്തമാക്കി തരാനാണ് ഞാൻ ഈ നഗരക്കാഴ്ചകൾ വിശദമായി കാണിക്കുന്നത്. ഒരേ നിറമുള്ള കെട്ടിടങ്ങളാണ് നഗരത്തിലെങ്ങും കാണുന്നത്. ജബൽ ഹുസൈൻ ഏരിയയാണ് ഇതെല്ലാം. കൂടുതലും വാണിജ്യ സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത്. മെക്ക മാൾ, സിറ്റി മാൾ എന്നിങ്ങനെ 2 പ്രശസ്തമായ മാളുകൾ ജബൽ ഹുസൈനിലുണ്ട്. തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന പ്രദേശമായാണ് പൊതുവെ ജബൽ ഹുസൈൻ വിശേഷിപ്പിക്കപ്പെടുന്നത്.
പാശ്ചാത്യ രീതികൾ പിന്തുടരുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഇവിടെ ധാരാളമുണ്ട്. വളരെ ചെറിയൊരു കയറ്റുമതി രംഗമാണ് ജോർദാന്റേത്. ഫോസ്ഫേറ്റ്, വളങ്ങൾ, പൊട്ടാഷ്, മരുന്നുകൾ എന്നിവയെല്ലാമാണ് ഈ രാജ്യം പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ മുന്നിൽ വലിയൊരു കോട്ട കാണാം. അമ്മാൻ സിറ്റാഡൽ ആണത്. ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമുള്ള കോട്ട. ഇവിടെ ഇരുന്നാണ് പ്രബലരായ ഭരണാധികാരികൾ ഒരു കാലത്ത് ജോർദാന്റെ ഭൂപ്രദേശത്തെ ആകെ ഭരിച്ചിരുന്നത്. വലതുവശത്ത് കാണുന്ന കുന്നിന്റെ മുകളിലൂടെ ബഹുദൂരം നീണ്ടുകിടക്കുകയാണ് സിറ്റാഡൽ. കൊട്ടാരങ്ങളും വ്യാപാര തെരുവുകളും ആരാധനാലയങ്ങളുമെല്ലാം ആ മതിൽക്കെട്ടിനകത്ത് സജീവമായ ഒരു കാലമുണ്ടായിരുന്നു. കോട്ടയുടെ പ്രവേശന കവാടം കടന്ന് കാർ നീങ്ങി. ജബൽ അൽ ക്വല എന്നറിയപ്പെടുന്ന മലയുടെ മുകളിലാണ് കോട്ട. താഴ്വരയിലും തൊട്ടപ്പുറമുള്ള മലയിലുമൊക്കെ അമ്മാൻ നഗരം വ്യാപിച്ചു കിടക്കുന്നത് രസകരമായ ഒരു കാഴ്ച. കുന്നുകൾക്ക് മീതെ നരച്ചു നിറമുള്ള ഒരു പരവതാനി വിരിച്ചതാണെന്ന് തോന്നും. ഇവിടെ ഒരു വ്യൂ പോയിന്റുണ്ട്. ഡ്രൈവർ അബ്ബാസ് കാർ അവിടെ ഒന്ന് നിർത്തി. അയാൾ എന്നെ വ്യൂ പോയിന്റിലെ പൗലിലേക്ക് നയിക്കുകയും ചെയ്തു. നരച്ചു നിറമുള്ള കുന്നിന്റെ ചെരുവിൽ അതേ നിറത്തിൽ ഒരു റോമൻ ആംഫി തിയേറ്റർ. AD 138-നും 161-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ട 6000 പേർക്ക് ഒരേ സമയം ഇരുന്ന് പരിപാടികൾ കാണാനാവുന്ന സുന്ദരമായ ഒരു റോമൻ തിയേറ്റർ. ഇടതുവശത്ത് ഇക്കാണുന്നതാണ് പോപ്പുലർ ട്രഡീഷൻസ് മ്യൂസിയം. വിഖ്യാത റോമൻ ചക്രവർത്തിയായിരുന്ന അന്റോണിയസ് പയസിന്റെ കാലത്താണ് ആംഫി തിയേറ്ററിന്റെ നിർമ്മാണം നടന്നത്. റോമൻ സാമ്രാജ്യത്തിൽ സെനറ്റിന്റെ അധികാരങ്ങൾ വിപുലമാക്കുകയും തന്റെ അധികാരപരിധിയിലിരുന്ന നഗരങ്ങളിൽ വൻ നിർമ്മിതികൾ പടുത്തുയർത്തുകയും ചെയ്ത ചക്രവർത്തിയായിരുന്നു അന്റോണിയസ് പയസ്. ആംഫി തിയേറ്ററിന്റെ പരിസരമാകെ നല്ലൊരു ടൂറിസ്റ്റ് സെന്ററായി വികസിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. റോമൻ സാമ്രാജ്യത്തിന്റെ അവസാന കാലത്ത് നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ ആംഫി തിയേറ്ററുകളിൽ ഒന്നാണ് അമ്മാനിലേത്. ഇപ്പോഴും കാര്യമായ തകർച്ച ഇതിന് സംഭവിച്ചിട്ടില്ല. എന്നാൽ ആദ്യകാലത്തുണ്ടായിരുന്ന മുഖമണ്ഡപത്തിന്റെ തൂണുകൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ താനും. ഇപ്പോഴും ഇവിടെ കലാപരിപാടികളും പൊതുചടങ്ങുകളുമൊക്കെ നടക്കാറുണ്ട്. അമ്മാൻ നഗരത്തിന്റെ തന്നെ ഏറ്റവും പ്രമുഖമായ പ്രദേശമായി ഇവിടം വികസിച്ചു കഴിഞ്ഞു. 2006-ൽ ഞാൻ അമ്മാനിൽ വന്നിരുന്നു. അന്നത്തേതിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഈ പ്രദേശങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. മനോഹരമായ ഒരു നഗരചത്വരം പോലെ ഒരുക്കി വെച്ചിരിക്കുകയാണിവിടം. ഒരു ഹാപ്പനിങ് പ്ലേസാണിത്. റോമൻ തിയേറ്ററിന്റെ കാഴ്ചകളിൽ നിന്നും മടങ്ങുകയാണ്. പാലസ്തീനിയൻ ഭാവവുമായി അബ്ബാസ് മുന്നിലുണ്ട്. വീണ്ടും കാറിൽ കയറി യാത്ര തുടങ്ങി. അമ്മാൻ നഗരത്തിന്റെ ഡൗൺ ടൗൺ ആണ് ഇത്. അൽ ബലാദ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം നഗരത്തിന്റെ കൊമേഴ്ഷ്യൽ ഏരിയ കൂടിയാണ്. 1000 വർഷത്തിലേറെയായി കച്ചവടം നടക്കുന്ന തെരുവുകളാണ് ഇവിടെയുള്ളതെല്ലാം. പാതയുടെ ഇരുഭാഗത്തെയും കെട്ടിടങ്ങൾ പലതവണ പുതുക്കിപ്പണിതാണ്. എങ്കിലും ഇവിടുത്തെ ഏറ്റവും പുതിയ കോൺക്രീറ്റ് കെട്ടിടത്തിനടിയിലും പുരാതനമായ ഒരു കൽക്കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മറഞ്ഞുകിടപ്പുണ്ടാവുമെന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി തുടർച്ചയായി ജനം വസിച്ചു വരുന്ന ഒരു പ്രദേശമാണ് അമ്മാൻ. BC 13-ാം നൂറ്റാണ്ടിൽ റാബത്ത് അമോൺ എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. യഹൂദ ബൈബിളിൽ റാബത്ത് അമോൺ എന്ന പേരിൽ തന്നെ ഈ നഗരം പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ഇന്ന് ആധുനിക നഗരത്തിന്റെ രീതികളിലേക്ക് അമ്മാൻ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. സന്ധ്യയാവുന്നതോടെ നഗരത്തെരുവുകളിലേക്ക് ആളുകൾ ഇറങ്ങിത്തുടങ്ങുന്നു. കൂടുതൽ ആളുകളെ കാണുന്നത് ഡൗൺ ടൗൺ ഏരിയയിലാണ്. ഡൗൺ ടൗൺ ചുറ്റി അബ്ബാസ് എന്നെ കൊണ്ടുപോകുന്നത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ബാഗെല്ലാം മുറിയിൽ വെച്ച് വീണ്ടും ഡൗൺ ടൗണിലേക്ക് ഇറങ്ങാനാണ് എൻ്റെ തീരുമാനം. അതിനാൽ ഡ്രൈവർ എനിക്ക് ഡൗൺ ടൗണിനെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. 1921-ൽ ബ്രിട്ടീഷുകാർ ട്രാൻസ് ജോർദാൻ എമിറേറ്റ് രൂപീകരിക്കുകയും അവിടുത്തെ അമീറായി അബ്ദുള്ള ഒന്നാമനെ വാഴിക്കുകയും ചെയ്തതോടെയാണ് ആധുനിക അമാന്റെ സുവർണയുഗം തുടങ്ങിയത്. പടിഞ്ഞാറൻ ജോർദാനിലെ അൽ സാൽത്ത് നഗരത്തിൽ നിന്നും ജോർദാന്റെ തലസ്ഥാനം അമ്മാനിലേക്ക് മാറ്റിയത് അദ്ദേഹമാണ്. 1948 വരെയും ചെറിയൊരു ടൗണായിരുന്നു അമ്മാൻ. പാലസ്തീൻ അഭയാർത്ഥികളുടെ ഒഴുക്കോടെയാണ് ഈ നഗരം വലിയ തോതിൽ വികസിച്ചത്. എങ്കിലും മറ്റു പല അറബി രാജ്യങ്ങളുടെയും തലസ്ഥാന നഗരത്തിന്റെ പളപളപ്പൊന്നും അമാന് ഇല്ല. ടൂറിസം രംഗത്തും വലിയ വളർച്ചയ്ക്ക് വേണ്ട ചരിത്ര നിർമ്മിതികളും അധികമില്ല. മുന്നിൽ റെഡ് റോസ് എന്ന ഹോട്ടൽ കാണാം. അവിടെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്.
നഗരഹൃദയത്തിൽ നിന്നും കുറെ അകലെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ഹോട്ടൽ. ചെക്ക് ഇൻ ചെയ്ത് മുറിയിലേക്ക് നടന്നു. എൻ്റെ ട്രാവൽ ഏജന്റ് ചെയ്ത ചതിയാണിത്. ഇനി നഗരത്തിലേക്ക് പോകാനും വരാനും ടാക്സി വിളിച്ച് 8 കിലോമീറ്റർ വീതം സഞ്ചരിക്കണം. അതൊന്നും ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. 209 നമ്പർ മുറി. അകത്ത് കയറി. മുറി തരക്കേടില്ല. പക്ഷേ ഇവിടം വരെ എത്താൻ പണവും സമയവും വൃഥാ വ്യയം ചെയ്യണമല്ലോ എന്നതാണ് ദുഃഖം. ട്രാവൽ ഏജന്റിനെ ആശ്രയിക്കാതെ ഇന്റർനെറ്റ് വഴി ഹോട്ടൽ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. രാത്രിയായെങ്കിലും വിശ്രമിക്കാൻ നേരമില്ല. ഇന്നത്തെ മറ്റു കാഴ്ചകളിലേക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട്.